നമസ്കാരം. നിങ്ങളുടെ ഉള്ളിലെ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഒരു നിമിഷത്തേക്ക് അതിലൊന്ന് താഴെ വയ്ക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജീവിതം സുഖപ്പെടുത്താൻ ഒരു നല്ല ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പോ തന്നെ തുടങ്ങാം, ഇവിടെ ഈ നിമിഷത്തിൽ. നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ സംസാരിക്കുന്നുണ്ടല്ലേ? ആ ശബ്ദത്തിന്റെ സ്വരം എന്താണ്? സ്നേഹത്തോടെയാണോ അത് സംസാരിക്കുന്നത്? അതോ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? നീ ചെയ്തത് ശരിയായില്ല, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊക്കെയാണോ പറയുന്നത്? അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വിഷമിക്കേണ്ട. അതിന്റെ പേരിൽ സ്വയം പഴിക്കുകയും വേണ്ട. കാരണം ആ ശബ്ദം ഒരുപക്ഷെ നമ്മുടേതല്ല, നമ്മൾ എവിടെ നിന്നോ കേട്ടു പഠിച്ചതാണ്. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഈ ഉള്ളിലെ ശബ്ദത്തെക്കുറിച്ചും അത് നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിനെക്കുറിച്ചും സംസാരിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതം ചിലപ്പോൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. അങ്ങനെ തോന്നുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ട് എന്നല്ല. നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മളോട് തന്നെ പരുഷമായി പെരുമാറാനാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? സ്വയം വിമർശിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകാൻ. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ദയ കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ ശരീരം അത് ഏറ്റെടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെൻഷൻ വരുമ്പോൾ തോഴൊക്കെ വല്ലാതെ മുറുകുന്നത്, അല്ലെങ്കിൽ വയറിനുള്ളിൽ എന്തോ കെട്ടിവെച്ചുപോലൊരു ഫീല്, നെഞ്ചിനകത്തൊരു ഭാരം തൂങ്ങിക്കിടക്കുന്നത് പോലെ. ഇതൊക്കെ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നതാണ്. എനിക്കൊരു ആശ്വാസം വേണം എന്ന് അത് നമ്മളോട് പറയുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ മനസ്സിനെ ഒരു പൂന്തോട്ടമായി കാണാൻ പോവുകയാണ്. ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്, പക്ഷെ നമ്മുടെ ചിന്തകളെ മാറ്റാൻ ഭയങ്കര പവർഫുള്ളാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം. അതിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഓരോ വിത്താണ്. ചില ചിന്തകൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഭംഗിയുള്ള പൂക്കളായിട്ട് വളരും. വേറെ ചില ചിന്തകളോ സംശയത്തിന്റെയും പേടിയുടെയും കളകളായിട്ടും വളരും. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഏത് വിത്താണ് നടേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും നിങ്ങൾക്കാണ്. അപ്പോ ഇതെങ്ങനെയാണ് ചെയ്യുക? ഒരു ഉദാഹരണം നോക്കാം. ഞാൻ എപ്പോഴും തെറ്റുവരുത്തും എന്നൊരു കള മനസ്സിൽ വളരുന്നുണ്ടെങ്കിൽ അതിനെ പതുക്കെ പറിച്ചു മാറ്റിയിട്ട്, കുഴപ്പമില്ല, ഞാൻ പഠിക്കുകയല്ലേ, എനിക്ക് വീണ്ടും തുടങ്ങാം എന്നൊരു പുതിയ വിത്തു നടാം. അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്തയ്ക്ക് പകരം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു നോക്കാം. പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും പരവായില്ല, തയ്യാറാണ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തുടക്കമാണ്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളില് നമ്മളെക്കുറിച്ച് പറയുന്ന ആ പഴയ കഥയില്ലേ, അത് മാറ്റിയെഴുതാനുള്ള ചില ടൂൾസാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. സിമ്പിളാണ്. 1. ആ പഴയ നമ്മളെ വിഷമിപ്പിക്കുന്ന ചിന്ത വരുമ്പോ അതാ വരുന്നു എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. 2. അതിനോട് ദേഷ്യപ്പെടാനോ വഴക്കിടാനോ പോവണ്ട, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഒന്നും ചെയ്യാതെ ഒരൊറ്റ നിമിഷം. ഇനി മൂന്നാമത്തേത്, വളരെ സ്നേഹത്തോടെ ദയുള്ള ഒരു പുതിയ ചിന്തയെ അതിന്റെ സ്ഥാനത്ത് വെക്കുക. അത്രയുള്ളൂ. ഇതൊരു യുദ്ധമല്ല, നമ്മൾ വഴിതിരിച്ചുവിടുന്ന പോലെയുള്ളൂ. ഈ ഒരു വാചകത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സത് സമ്മതിച്ചെന്ന് വരില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴോ നമ്മളൊരു വാതിൽ ചെറുതായി തുറന്നുകൊടുക്കുകയാണ്, ഒരു സാധ്യതയ്ക്ക് വേണ്ടി. അത് മതി. നമ്മുടെ മനസ്സിന് ഒരു സ്വഭാവമുണ്ട്. പഴയ വേദനകളൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്യും, അല്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ചെറിയൊരു വാചകം പറഞ്ഞു നോക്കൂ. അത് അപ്പോഴായിരുന്നു, ഇതിപ്പോഴാണ്. ഇത് നമ്മളെ ആ പഴയ കഥയിൽ നിന്ന് പിടിച്ച് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക്, ഈ സുരക്ഷിതമായ നിമിഷത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും. ക്ഷമയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു എന്ന് പറയുന്നതല്ല. അതല്ല. മറിച്ച് ആ വേദനയുടെ ഭാരം ഇനിയും ഞാൻ ചുമക്കില്ല എന്നൊരു തീരുമാനമാണ്. ഇത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ നൽകുന്നൊരു വലിയ സമ്മാനമാണ്. സത്യം പറഞ്ഞാൽ മറ്റൊരാളോട് ക്ഷമിക്കുന്നതിനേക്കാൾ പാടാണ് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ. നമ്മൾ സ്വയം ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിനു പകരം ഈ വാചകമൊന്ന് ഉപയോഗിച്ചു നോക്കൂ. കാരണം അന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അറിവ് വെച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും നല്ലത് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ശിക്ഷയല്ല വേണ്ടത്, പഠനമാണ്. ഓക്കെ, നാലാമത്തെ ഭാഗം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ദയ, ഈ സൗമ്യത, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ദിവസത്തിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റിയ 3 ചെറിയ കാര്യങ്ങൾ. 1. ദിവസത്തിലൊരു 3 തവണയെങ്കിലും നിങ്ങളോട് തന്നെ ദയയോടെ സംസാരിക്കുക.
2. നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലെ അത്രയും ലളിതമായ ഒരു കാര്യമായാലും മതി. 3. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു നിമിഷം തിരിച്ചറിയുക, എന്നിട്ടത് നിർത്താൻ തീരുമാനിക്കുക. ഇത് പെർഫെക്റ്റായി ചെയ്യണമെന്നില്ല, ശ്രമിച്ചാൽ മതി. കണ്ണാടി ഒരുപക്ഷേ നമുക്ക് വിമർശനത്തിന്റെ ഒരു സ്ഥലമായിരിക്കും. നമുക്കത് മാറ്റിയെടുക്കാം. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിട്ട് പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഇത് ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിയോട് സംസാരിക്കുന്നത് പോലെയാണ്. സ്വയം പിന്തുണ കൊടുക്കാനുള്ള വളരെ ശക്തമായ ഒരു വഴിയാണിത്. ഹീലിംഗിന്റെ, അതായത് സുഖപ്പെടലിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതിരുകൾ വെക്കുന്നത്. ഇത് മറ്റുള്ളവരെ അകറ്റി നിർത്താനല്ല, നിങ്ങളുടെ സമാധാനത്തെയും ഊർജ്ജത്തെയും സംരക്ഷിക്കാനാണ്. ഒരു തരി കുറ്റബോധമില്ലാതെ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നത് സ്വയം സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രകടനമാണ്. ഇനി അവസാനമായി, സുഖപ്പെടലിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് നമുക്ക് ഓർക്കാം. അത് പ്രതീക്ഷയാണ്, പിന്നെ നമുക്കുള്ളിലെ ശക്തിയുമാണ്. നമ്മൾ ഇത്രയും സംസാരിച്ചതെല്ലാം നിങ്ങൾ മറന്നുപോയാലും ഈ ഒരു വാചകം മാത്രം ഓർത്താൽ മതി. ഇന്ന് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ സൗമ്യത തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു വീട് പോലെയാണ് ഈ ചിന്ത. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണല്ലേ? അപ്പോ ഇത് അവസാനിപ്പിക്കുന്നതിനു മുൻപ് എന്റെ ഒരു ചോദ്യം. ഇപ്പോൾ ഈയൊരു നിമിഷം നിങ്ങൾക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ദയയുള്ള, സൗമ്യമായ ഒരു കാര്യമെന്താണ്? ചിലപ്പോൾ അത് ദീർഘമായെന്ന് ശ്വാസമെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് തീരുമാനിക്കുന്നതായിരിക്കാം. ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ്.